തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുനലൂർ നഗരസഭാ പരിധിയിലെ 36 വാർഡുകളിലെ 36 പോളിംഗ് സ്റ്റേഷനുകൾക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കമ്മീഷനിംഗ് പുനലൂർ നഗരസഭാ വരണാധികാരി ഹാബി എസിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. വ്യാഴാഴ്ച രാവിലെ 10 മണി മുതലാണ് വോട്ടിംഗ് മെഷീന്റെ കമ്മീഷനിംഗ് നടന്നത്. തെരഞ്ഞെടുപ്പിന് ആവശ്യമായ മെഷീനുകൾ വ്യാഴാഴ്ച രാവിലെ നഗരസഭാ കൌൺസിൽ ഹാളിൽ സൂക്ഷിച്ചിരുന്നത് നഗരസഭാ സെക്രട്ടറി സുമയ്യ BVS വരണാധികാരിക്ക് കൈമാറി. പറയുന്ന വാർഡിലുള്ള സ്ഥാനാർത്ഥികളോ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കുന്നവരോ സ്ഥാനാർത്ഥിയുടെ ഏജന്റോ പങ്കെടുക്കുക. ടേബിൾ 1 ആരംഭന വാർഡ്, അതിൽ സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥി നിർദ്ദേശിക്കുന്നവരോ സ്ഥാനാർത്ഥിയുടെ ഏജന്റിനോ പങ്കെടുക്കുക. രണ്ടാമത്തെ ടേബിളിൽ മുസാവരി, മൂന്നാമത്തെ ടേബിളിൽ ഹൈസ്കൂൾ, നാലാമത്തെ ടേബിളിൽ പ്ലാച്ചേരി, അഞ്ചാമത്തെ ടേബിളിൽ അഷ്ടമംഗലം, ആറാമത്തെ ടേബിളിൽ കോളേജ്. അങ്ങനെ 6 ടേബിളിലും നമ്മുടെ വോട്ടിംഗ് യന്ത്രം EVM കമ്മീഷനിങ്ങിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരോടും ജീവനക്കാരോട് പരമാവധി സഹകരിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് കമ്മീഷൻ ചെയ്ത് തീർക്കാൻ വേണ്ട സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ ടേബിൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ടേബിളിന്റെ പ്രവർത്തനം തുടങ്ങാം. അത് അങ്ങോട്ട് വെച്ചോട്ടെ, ആ നമ്പർ പുനലൂർ മുനിസിപ്പാലിറ്റിയുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ സെറ്റിംഗ്സ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ 36 വാർഡുകളാണുള്ളത്. 36 പോളിംഗ് സ്റ്റേഷനുകളുമാണ് ഉള്ളത്. ഈ 36 പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമ്മൾ ഇലക്ഷന് വേണ്ടി സജ്ജമാക്കുകയാണ്. പുനലൂർ മുനിസിപ്പാലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 36 വാർഡുകളിലായിട്ട് 108
സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. അതിൽ 59 സ്ത്രീകളും 49 പുരുഷന്മാരുമാണ് ഉള്ളത്. ഇനി നമ്മൾ 8-ാം തീയതി രാവിലെ 8 മണി മുതൽ ഇലക്ഷൻ സാമഗ്രികൾ, അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം അടക്കമുള്ള ഇലക്ഷൻ സാമഗ്രികൾ ഇതേ സ്ഥലത്ത് നിന്നും, അതായത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പുനലൂരിൽ നിന്നും ഇതേ സമയത്ത് വിതരണം ചെയ്യുകയും പോളിംഗ് ദിവസമായ 9 മണിക്ക് ശേഷം വൈകിട്ട് 6 മണിക്ക് ശേഷം, അതായത് പോളിംഗ് അവസാനിച്ചതിന് ശേഷം 6 മണി മുതൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ അടക്കമുള്ള പോളിംഗ് സാമഗ്രികൾ നമ്മൾ തിരിച്ച് വാങ്ങുകയും ഡിസംബർ 13 രാവിലെ 8 മണി മുതൽ ഇതേ സെന്ററിൽ വെച്ച് നമ്മുടെ പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ വിവിധ വാർഡുകളിലേക്കുള്ള വോട്ടെണ്ണലും ഇതേ ഹാളിൽ വെച്ച് രാവിലെ 8 മണി മുതൽ നടക്കും. ഏകദേശം ഉച്ചയോടുകൂടി നമുക്ക് പോളിംഗ് അന്തിമ ഫലം എത്താമെന്നാണ് പ്രതീക്ഷ. എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയും ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയും അഭ്യർത്ഥിക്കുകയാണ്. കമ്മീഷനിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള വോട്ടിംഗ് മെഷീനുകൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. നഗരസഭയിലെ 36 വാർഡുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളും കമ്മീഷനിംഗ് ചെയ്യുന്നതിന് 6 കൗണ്ടറുകളാണ് സജ്ജീകരിച്ചിരുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. AROമാരായ ബിന്ദു എസ് കരുണാകരൻ, രാജേഷ് എസ്, സെക്ടറൽ ഓഫീസർമാരായ സജികുമാർ N, ഹരികുമാർ CB, മാസ്റ്റർ ട്രെയിനർമാരായ ജീവൻ, ബേബി ലിൻഷ, നിതിൻ ജോർജ് എന്നിവർ 6 കൗണ്ടറുകളെയും നിരീക്ഷിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.